സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മുൻ നിയമസഭാ അംഗം PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇപ്പോൾ ED പരിശോധന നടക്കുകയാണ്. മലപ്പുറം ഒതായിയിലെ വീട്ടിലും മഞ്ചേരിയിലെ സിൽസില പാർക്കിലും ഉൾപ്പെടെ പരിശോധന ഏതാണ്ട് 3 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. അൻവറിനെതിരെ പരാതി നൽകിയ കൊല്ലത്തെ വ്യവസായി മുരുകേഷ് നരേന്ദ്രനെ ED വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻവറിന്റെ വീടിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗൂഗിൾ K വേണുഗോപാൽ ഈ വീടിന്റെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഗൂഗിൾ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? SKN പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 4 മണിക്കൂറാകുന്നു പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരാരും പിന്നീട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. പല സ്ഥലങ്ങളിൽ, അതായത് അൻവറുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 10ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഈ വീട്ടിൽ നടക്കുന്നു, അൻവറിന്റെ ഡ്രൈവറായിട്ടുള്ള സിയാദിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നു, അൻവറുമായി ബന്ധപ്പെട്ട പാർക്കിൽ, സിൽസില പാർക്കിൽ പരിശോധന നടക്കുന്നു. ഈ ഒരു വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. KFCയിൽ നിന്ന് 2015-ൽ സിയാദിന്റെയും, അതായത് അൻവറിന്റെ ഡ്രൈവറിന്റെയും അൻവറിന്റെയും പേരിൽ 2 തവണകളായിട്ട് ഒരേ ഈട് വെച്ച് അൻവർ വായ്പ എടുത്തിരുന്നു. ആദ്യം 2015-ൽ തന്നെ അൻവറിന്റെ ഡ്രൈവറായിട്ടുള്ള സിയാദ് 7,50,00,000 രൂപയാണ് വായ്പ എടുത്തത്. ആ വായ്പ എടുക്കാൻ വേണ്ടി വെച്ച അതേ ഈട് വെച്ച് തന്നെ അതേ വർഷം തന്നെ അൻവറും 2 തവണകളിലായിട്ട് 5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നേരത്തെ വിജിലൻസ് നടത്തിയിരുന്നു. KMC മലപ്പുറം ചീഫ് മാനേജർ അബ്ദുൾ മനാഫ്, ഡെപ്യൂട്ടി മാനേജർ മിനി, ടെക്നിക്കൽ ഓഫീസർ P മുനീർ അഹമ്മദ്, PV അൻവറിന്റെ ഡ്രൈവർ സിയാദ് എന്നിവർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് എതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ KFCയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിലും ഇതേ സമയം പരിശോധന നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഈ പരിശോധനയ്ക്ക് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, നേരത്തെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. ഒരുപാട് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ, സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയൊക്കെ ഈ PV അൻവറിന്റെ പരിശോധന നടക്കുന്ന ഈ വീടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ പ്രവർത്തകരും ഈ ഉദ്യോഗസ്ഥരും, സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാവുകയും 2 പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടുകയും പിന്നീട് അവർക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരിശോധന എന്തായാലും ഇപ്പോഴും പല കേന്ദ്രങ്ങളിലായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഓക്കെ, ഗൂഗിൾ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ വസതിയിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും ഇപ്പോഴും EDയുടെ പരിശോധന തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.